നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ആസ്പിറൻസിനും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 24 മെയ് 2021 ന്യൂസ് പേപ്പറാണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഡൽഹി എഡിഷനിൽ UPSC പെർസെപ്ഷനിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാർത്തകളും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 30 മിനിറ്റ് ഡിസ്കഷനിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും കവർ ചെയ്യും. അതുമാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ഉണ്ടാവും. ഓക്കെ, ഒരു പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ ലാസ്റ്റ് വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വാർത്ത വന്നിരിക്കുന്നത് പേജ് 7 അതായത് ദ മെനി ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഇക്കോ ടാക്സ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സുകൾ. അതായത് നമുക്കറിയാം ഇത് എന്തിനെ കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇന്ത്യയിൽ വളരെ എന്താ പറയുക ഫിനാൻഷ്യൽ ക്രഞ്ച് അനുഭവിക്കുന്ന ഒരു ടൈമാണ്, ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ബേസിക്കലി നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ പോലും നമുക്ക് വേണ്ട രീതിയിൽ ഫിനാൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് വേണ്ട റിസോഴ്സസ് നമ്മുടെ കയ്യിലില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റിൽ വന്ന ഡാറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം 2020-2021 കാലഘട്ടത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനം എത്ര കുറഞ്ഞു എന്നുള്ളതിൽ എത്ര കുറവുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 9.5% GDP-യുടെ 9.5%ഓളം നമുക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അത് വളരെ വലിയൊരു എമൗണ്ടാണ്. അത്രയും ഒരു ഷോർട്ടേജ് എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഇപ്പോഴത്തെ വർഷം 2021-22 നമുക്കതൊരു 6.8% GDP-യോളം കുറയ്ക്കാൻ സാധിച്ചു. 9.5 6.8 കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ ഈ റേഞ്ച് എത്തിക്കാൻ വേണ്ടി നമ്മൾ 12 ലക്ഷം കോടി 12 lakh crore rupees-ഓളം മാർക്കറ്റിൽ നിന്ന് ബോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു എയിം ചെയ്യുന്നൊരു ടാർഗറ്റ് എന്നുള്ളത് 4.5% ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ മാക്സിമം എപ്പോഴും അതിനും താഴ്ത്തേ വരാവും എന്നാണ് നമ്മുടെ എയിം. ഒരു 2025-26 2025-നും 2026-നും ഇടയിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ടാർഗറ്റ് എത്താൻ ഇന്ത്യക്ക് വേണ്ടത് പല റിസോഴ്സസ്, ഇനിയും കൂടുതൽ റിസോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ ഓതർ പറയുന്നത് ഇന്ത്യ ഒരു ആൾട്ടർനേറ്റീവ് റിസോഴ്സസ് കണ്ടുപിടിക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ ഉപയോഗിക്കുന്നതല്ലാതെ വേറെ പല റിസോഴ്സസിലൂടെ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്തേ മതിയാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൂടുതൽ ഫിനാൻസ് ഹെൽത്ത് സെക്ടറിന് അവൈലബിൾ ആണ്. ഇപ്പോഴും നമുക്ക് ഒരു പെട്ടെന്നൊരു ഓക്സിജൻ ഇല്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്യാൻ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതിന് വേണ്ട ഫൈനാൻസും വേണം. അതിനെന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓതർ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എൻവയൺമെൻറ്റൽ ടാക്സ് അല്ലെങ്കിൽ ഇക്കോ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാർത്ത GS3 പേപ്പർ ബേസ് ചെയ്തൊരു വാർത്തയാണ്. അതിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതുപോലത്തെ എൻവയൺമെൻറ്റ് തുടങ്ങിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണിത്. ഇക്കോ ടാക്സ് എന്നൊരു ടോപ്പിക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇക്കോ ടാക്സ്? ഇക്കോ ടാക്സ് എന്ന ടേം കൊണ്ട് എന്ത് മനസ്സിലായി? ഡു യു തിങ്ക് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ഫിസിക്കൽ റിഫോം ക്യാൻ ഹെൽപ്പ് ഇൻ ടാക്ലിംഗ് ദ പ്രോബ്ലം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇക്കോ ടാക്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് തന്നെ തുടങ്ങിയിട്ട് വേണം നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാൻ ആൻസറിൻ്റെ. ഡിഫൈൻ ഇക്കോ ടാക്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇക്കോ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എൻവയൺമെൻറ്റൽ ടാക്സ് അല്ലെങ്കിൽ ഗ്രീൻ ടാക്സ് അല്ലെങ്കിൽ പൊല്യൂഷൻ ടാക്സ് ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ഇക്കോ ടാക്സിന് തന്നെയാണ്. അതായത് ഒരു കമ്പനി എന്തോരം കാർബൺ എമിറ്റ് ചെയ്യുന്നോ അതിന് അവർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതിൻ്റെ ബേസിക്കായ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എമിറ്റ് ചെയ്യുന്നവർ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും, കുറച്ച് എമിറ്റ് ചെയ്യുന്നവർ കുറച്ച് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ എല്ലാവരും എന്ത് ശ്രമിക്കും? എമിഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ ഇത്രയും നാളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമിഷൻ കാരണം, ഈ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അതാരനുഭവിക്കുന്നത്? അത് ജനങ്ങളാണ് അനുഭവിക്കുന്നത്. കോസ്റ്റ് ഈസ് ബോൺ ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി എങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത്? സൊസൈറ്റിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഫേസ് ചെയ്യുന്നത്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതുപോലെ പല പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യലായിട്ട് പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു BPCL പോലത്തെ ഒരു കമ്പനിയുള്ള ഒരു ഏരിയ, ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇരുമ്പനം ഭാഗത്തൊക്കെ കൂടെ രാവിലെ ഒരാൾ യാത്ര ചെയ്യാന്നിരിക്കുക. അയാൾ കാക്കനാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ഇരുമ്പനം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ. ഇരുമ്പനം, അമ്പലമുകൾ, കരിമ്പുകൾ ഏരിയ, റിഫൈനറികൾ ഏരിയ. അതുവഴി പോകുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ട് തോന്നും വിശ്വസിക്കാനൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും പൊല്യൂട്ടഡ് എയറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എമിഷൻ ആരെ അഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഹെൽത്തിനെയാണ്. ഓക്കെ, അതുപോലെ അവിടുത്തെ ക്ലൈമറ്റും മോശമാവുകയാണ്. ഈ കരിമുകൾ എന്നൊരു സ്ഥലം ഇവിടെയുണ്ട് ശരിക്കും എറണാകുളം ജില്ലയിൽ. കരിമുകൾ എന്നൊരു പേര് സ്ഥലത്തിന് വരാൻ കാരണം പണ്ട് അവിടെ കരിമഴ പെയ്തിരുന്നു, ആസിഡ് റെയിൻ. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പേര് വീഴാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പുതിയൊരു ടാക്സ് കൊണ്ടുവരേണ്ട ആവശ്യകത വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എന്താ പറയുക, ഈ പൊല്യൂഷൻ്റെ ബേർഡൻ പൊല്യൂട്ടർ, അതായത് ആരാണ് പൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ തലയിലേക്ക് തന്നെ വീഴും, അല്ലെ അവർക്ക് തന്നെ അതൊരു തലവേദനയായി മാറും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ ബേസ് ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാണ് പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ. അതായത് പൊല്യൂട്ടേഴ്സ് ആരാണോ അയാൾ ഒരു പണിഷ് ചെയ്യപ്പെടും. എങ്ങനെ? ഒന്നുകിൽ ഡയറക്റ്റ് പെനാൽറ്റി അടക്കേണ്ടി വരും. പ്രകൃതിക്ക് എന്തോരം ഹാംഫുള്ളാണ് അയാൾ ഉണ്ടാക്കുന്നത്, സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ പെനാൽറ്റി അടക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഡിസിൻസെൻറ്റീവ് ചെയ്യും. അതായത് നമ്മളിവർക്ക് എല്ലാവർക്കും എന്തൊരു കമ്പനിക്കും എന്തൊരു ഇൻഡസ്ട്രിക്കും നമ്മൾ ഇൻസെൻറ്റീവുകൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് പല രീതിയിലും. സോ ആ ഇൻസെൻറ്റീവുകളെല്ലാം എടുത്ത് കളയും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വളരെ എക്സ്പെൻസീവായി മാറും. നമ്മൾ ആക്ടിവിറ്റീസിനെ പൊല്യൂട്ടിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, കാരണം അത് പൊല്യൂഷനാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പൊല്യൂഷൻ ആക്ടിവിറ്റീസ് കൂടുതൽ എക്സ്പെൻസീവായി മാറും. അപ്പോൾ അവർക്ക് തൊട്ടും പ്രോഫിറ്റബിൾ അല്ലാതായി മാറും. സോ അവർക്ക് തന്നെ അത് പ്രശ്നമായി മാറും. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇക്കോ ടാക്സ് എന്താണെന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് വേസ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് ഇക്കോ ടാക്സ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇക്കോ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 3 മെത്തേഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡാണ് എലിമിനേറ്റിംഗ് എക്സിസ്റ്റിംഗ് സബ്സിഡി. ഗവൺമെൻറ് ഇപ്പോൾ ഇവർക്ക് എന്തൊക്കെ സബ്സിഡി കൊടുക്കുന്നോ ആ സബ്സിഡി എല്ലാം എലിമിനേറ്റ് ചെയ്യുക, എടുത്ത് കളയുക. അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറിയ സബ്സിഡി. കഴിഞ്ഞ ആഴ്ച ഒരു ഫെർട്ടിലൈസറിൻ്റെ കമ്പനിയെ കുറിച്ച് നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ പറയുന്നതായിരുന്നു യൂറിയ വാങ്ങാൻ ഇവർക്ക് കാര്യമായിട്ട് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന്. സോ ആ യൂറിയ സബ്സിഡി എടുത്ത് കളയുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ റീസ്ട്രക്ചറിങ് എക്സിസ്റ്റിംഗ് ടാക്സ്. അതായത് നമ്മളിപ്പോൾ ഉള്ള ടാക്സ് സിസ്റ്റത്തിൽ നിന്നൊന്ന് റീസ്ട്രക്ചർ ചെയ്യുക, അതിൽ എൻവയൺമെൻറ്റ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് അടുത്ത മെത്തേഡ്. സോ 2010 നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നത്. ആ സംഭവത്തിൻ്റെ പേരാണ് കോൾ സെസ്. സോ ഈ കോൾ സെസ് വന്നതിൻ്റെ ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾ സെസ്സിൽ ആദ്യം നമ്മൾ 1 ടൺ കോൾ കൺസ്യൂം ചെയ്യാൻ 50 രൂപയാണ് ഗവൺമെൻറ് സെസ്സായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. പിന്നെ അത് നമ്മൾ കൂട്ടി 400 രൂപ പെർ ടണ്ണാക്കി മാറ്റി. ഈ 400 രൂപ പെർ ടൺ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനികൾ കോൾ ഉപയോഗം കുറയ്ക്കേണ്ടി വന്നു. കാരണം 1 ടൺ എടുക്കുമ്പോൾ 400 രൂപ ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇങ്ങനത്തെ ഓരോ, അതായത് നമ്മൾ നേച്ചറിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് കോളിൽ നിന്ന് ഒരുപാട് കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒരു എനർജി സോഴ്സ് കൂടിയാണ്. പക്ഷേ അത് യൂസ് മാക്സിമം കുറയ്ക്കാൻ അവർ തന്നെ ശ്രമിക്കുക. അവർ ആൾട്ടർനേറ്റീവായ മെത്തേഡ് കൊണ്ടുവരും. അപ്പോൾ കോൾ സെസ് കൊണ്ടുവന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെല്ലാവരും കോളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ റിന്യൂവബിൾ എനർജി കുറച്ചും കൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് ഇനീഷ്യേറ്റിംഗ് ന്യൂ ടാക്സസ്. അതായത് എൻവയൺമെൻറ്റൽ ഡിസ്ട്രക്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം പുതിയൊരു തരം ടാക്സും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2015 നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ, അതായത് ഡൽഹിയിൽ ഭയങ്കര പൊല്യൂഷൻ ആയപ്പോഴത്തേക്കും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതായത് ഡൽഹി NCR റീജിയനിലേക്ക് കയറുന്ന എല്ലാ വാഹനങ്ങളും പൊല്യൂഷൻ എമിറ്റ് ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ അവർ എക്സ്ട്രാ ടാക്സ്, ഓൾറെഡി ഇപ്പോൾ ടോള് കൊടുക്കണം, റോഡ് ടാക്സ് കൊടുക്കണം, അത് കൂടാതെ ഒരു എക്സ്ട്രാ ടാക്സും കൂടെ പേ ചെയ്യണമെന്നൊരു കണ്ടീഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങാതായി, ട്രാഫിക് കുറയുന്നു, പൊല്യൂഷൻ കുറയുന്നു, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്ന് അവിടെ കണ്ടിരുന്നു. ഓക്കെ, അതുപോലെ 2021 ഫെബ്രുവരിയിൽ, ഈ വർഷം ഫെബ്രുവരിയിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ മറ്റൊരു ആശയം കൂടെ മുന്നോട്ട് വെച്ചു. അതായത് ഒരാൾ ഒരു ഗ്രീൻ ടാക്സ് എന്നൊരു സംഭവം, അതായത് ഒരാളൊരു 15 വർഷം പഴക്കമുള്ളൊരു വാഹനം, അതായത് പെട്രോളായാലും ഡീസലായാലും കൊണ്ടു നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ 9 വർഷം പഴക്കമുള്ള കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞ രീതിയിൽ ടാക്സ് ഇറക്കേണ്ടി വരും. കാരണം അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പൊല്യൂഷൻ എമൗണ്ട് കൂടുതലായതുകൊണ്ടാണ് ഈ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ആൾട്ടർനേറ്റീവായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലത്തെ എന്തെങ്കിലും മെത്തേഡ് ആൾട്ടർനേറ്റീവായി നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ തീരുമാനിക്കുന്നിടത്ത് പൊല്യൂഷൻ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 വഴി കൂടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കോ ടാക്സ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. സോ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്ത് നമുക്ക് ഈ ആൻസറിൻ്റെ ബോഡി പാർട്ട് എങ്ങനെ എഴുതണം നോക്കാം. സോ ബോഡി പാർട്ടിൽ വരുന്ന പോയിന്റ് ഇതാണ്: ഹൗ എൻവയൺമെൻറ്റ് റിലേറ്റഡ് ഫിസിക്കൽ റിഫോം ക്യാൻ ഹെൽപ്പ് ടാക്ലിംഗ് പ്രോബ്ലം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിസിക്കൽ റിഫോം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ പറയും, ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ കൂടുതൽ ടാക്സും പേയ്മെൻറ്റൊക്കെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ്സ് പൊള്യൂട്ടേഴ്സ്. അതായത് ആരാണോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഡിസൈഡ്സിനെ പിന്തിരിപ്പിക്കുന്നുള്ളിടത്താണ് പൊല്യൂട്ടേഴ്സിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. കാരണം ഇനി ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. കാരണം അവർ കൂടുതൽ ടാക്സ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇറ്റ് വിൽ മോട്ടിവേറ്റ് സിറ്റിസൺസ്. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എൻവയൺമെൻറ്റ് നശിക്കുക എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് അത് എങ്ങനെ അതിനെ ഗവൺമെൻറ് ഇത്ര സീരിയസ് ആയി എടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ ഒരാൾ ബൈക്കിന് ഒരു 10 കിലോമീറ്റർ അല്ല 5 കിലോമീറ്റർ ദൂരത്തേക്ക് ബൈക്കിന് പോകുന്ന ആൾ സൈക്കിളിന് പോകാൻ തീരുമാനിച്ചു എന്നിരിക്കുക. സോ അങ്ങനെ സൈക്കിളിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ 5 കിലോമീറ്റർ വാഹനം യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും പൊല്യൂഷൻ എന്നൊരു സാധനം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ 100 പേര് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം
കാർബൺ എമിഷനാണ് അവിടെ കുറയുന്നത്. അതുപോലെ സോ ഇത്തരം മൂവ്മെൻറ്റ് കൂടുതൽ സിറ്റിസൺസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ എൻവയൺമെൻറ്റൽ എത്തിക്സ് എല്ലാവരുടെയും മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരം മൂവ്മെൻറ്റിന് സാധിക്കും. ഇത്തരം ഫിസിക്കൽ റീഫോമിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ നമുക്ക് കൺട്രിയുടെ ഗ്രീൻ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രീനർ ട്രാൻസ്പോർട്ട് മെത്തേഡുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻസ് കൂടുതൽ പണിയാൻ പറ്റും. മെട്രോയ്ക്ക് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നതാണ്. സോ അതിന് നമ്മൾ ഫ്യൂവൽ ഉണ്ടാവുന്നില്ല, കാർബൺ ഡയോക്സൈഡ് എമിഷൻ വരുന്നില്ല. അതുപോലെ അല്ലെങ്കിൽ എന്താ പറയുക, CNG റിലേറ്റഡ് ആയ വാഹനങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരും. അങ്ങനെ ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ട്രാക്കുകൾ പണിയാൻ സൈക്കിളിന് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എല്ലാം നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നടത്താൻ പറ്റും. അതുപോലെ കൂടുതൽ മരങ്ങൾ റീഫോറസ്റ്റേഷൻ നടത്തുക, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. സോ അതിനുള്ള ഫണ്ട് നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് റിസർച്ചസ് എന്ത് റിലേറ്റഡ് റിസർച്ച് ചെയ്ത് എങ്ങനെ ക്ലൈമറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാം എന്ന ബേസിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ഇതൊരു ഫിനാൻഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ കൂടുതൽ പേരും റിസർച്ചിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും, കൂടുതൽ നല്ല നല്ല ഐഡിയാസ് വരും. സോ അത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും ഹെൽപ്ഫുള്ളായ പോലെ പോയിൻറ്റ്സ് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇതത്ര വർക്കാവില്ല, ഇത് ഈ മെത്തേഡിൽ പല കോൺസ് നമുക്ക് ഡിസഡ്വാൻറ്റേജും കാണാൻ പറ്റും. സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ പറയാം. ഇപ്പോൾ നമുക്ക് 2010 മുതൽ നേരത്തെ പറഞ്ഞു കോൾ സെസ് രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, കോൾ യൂസ് ചെയ്യുന്നവർ സെസ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ അന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഫണ്ട്, ആ ഫണ്ടിനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ക്ലീൻ എനർജി ആൻഡ് എൻവയൺമെൻറ്റൽ ഫണ്ട്, NCEF എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, സോ അന്ന് നമ്മൾ ഒരുപാട് കോൾസസ് കാരണം കുറേ ഫണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്തു. പക്ഷേ ആ റവന്യൂ ഉപയോഗിച്ചില്ല. ദാറ്റ് കെപ്റ്റ് അൺയൂസ്ഡ്. ഉപയോഗിക്കാതെ, അതായത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രോബ്ലംസിനെ ട്രാക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ യൂസ് ചെയ്തില്ല. ഈ നേരത്തെ പറഞ്ഞ ഈ 4 ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ ഫണ്ട് യൂസ് ചെയ്തില്ല. ആ ഫണ്ട് പിന്നീട് അത് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഏത് സമയത്ത്? നമ്മുടെ GST ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് GST കോമ്പൻസേഷൻ ഒരു സംഭവം ഉണ്ടല്ലോ. സോ GST കോമ്പൻസേഷന് ഫണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഈ NCEF ആണ് എടുത്ത് അന്ന് GST കോമ്പൻസേഷന് വേണ്ടി കൊടുത്തത്. ഓക്കെ, സോ നമ്മളത് എന്തിനു വേണ്ടി കളക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഫിസിക്കൽ റീഫോം വഴി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് അതിന് ഉപയോഗിക്കാതെ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയി. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അടുത്തൊരു ഇഷ്യൂ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം, അതായത് ഇങ്ങനെ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇറ്റ് മേക്ക് ദ എക്കണോമി അൺകോമ്പറ്റീവ് ആക്കുന്ന പറയുന്നത്. അതെന്താ നോക്കാം. ഒരുപാട് ടാക്സ് കംപ്ലയിൻസസും വരുമ്പോഴത്തേക്കും, അതായത് നല്ല ഹൈ എക്സ്പെൻഡിച്ചറായി മാറുമ്പോഴത്തേക്കും അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓരോ ഇൻഡസ്ട്രിയും ഫേസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റും, അവർക്കധികം വിറ്റുവരവ് വരാതെയാവും. കൂടുതൽ ഹൈ പ്രൈസിന് ആരാ സാധനം വാങ്ങുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അപ്പോൾ അവർ വേറെ അധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്താൻ അതായത് അവർക്ക് അത് വിറ്റിട്ട് ലാഭകരം അല്ലാതെ ആകുമ്പോഴത്തേക്കും അവരെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും, കുറയുമ്പോഴത്തേക്കും കൂടുതൽ ഇൻഡസ്ട്രീസ് ഈ മേഖലയിൽ നിന്ന് മാറാൻ തുടങ്ങും. സോ കൂടുതൽ ഇൻഡസ്ട്രീസ് മാറുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള കോമ്പറ്റീറ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ കോമ്പറ്റീറ്റീവ്നെസ്സും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് വലിയ ഗ്രോത്തും കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന എക്സ്പോർട്ടിങ് കുറയും. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ അതും ഡിക്രീസ് ചെയ്യും. സോ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ബേസ് ചെയ്ത് നമ്മൾ ഫിസിക്കൽ റിഫോംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ വലിയ രീതിയിൽ ടാക്കിൾ ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ കൂടുതൽ എക്കണോമിക് ഡിസ്ട്രസ്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്യാന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതായിരിക്കണം ഈ ആൻസറിൻ്റെ ബോഡി ആയിട്ട് എഴുതേണ്ടത്. ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകണം. സോ കൺക്ലൂഷൻ നമ്മൾ എഴുതുമ്പോൾ പക്ഷെ ഒരിക്കലും ഒരു നെഗറ്റീവ് അപ്രോച്ച് ആൻസറിൽ വരാൻ പാടില്ല. ആൻസർ വായിക്കുന്ന ആൾക്ക് വളരെ പോസിറ്റീവായ ഒരു കൺക്ലൂഷൻ അതിൽ എൻഡ് ചെയ്യുന്ന പോലെ തോന്നണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത രീതിയിലൊരു അഭിപ്രായമായിരിക്കണം കൺക്ലൂഷനിൽ പറയേണ്ടത്. ഇതിനൊരു ഫോർവേഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കൺക്ലൂഷൻ വരേണ്ടത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളുടെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വളരെ നല്ലതാണ്. പല രാജ്യങ്ങളിലും ഈ മാറ്റം കാരണം എക്കണോമിക് ഡിസ്ട്രസ് ഒന്നും സംഭവിച്ചിട്ടുമില്ല. ഒരു കമ്പനിയും വിട്ടുപോവുകയോ അല്ലെ അവർ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാതിരുന്നിട്ടുള്ള അവസ്ഥയോ ഉണ്ടായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ GDP ഗ്രോത്തിനെയും ബാധിച്ചിട്ടില്ല ഒരു രാജ്യത്തിൻ്റെയും ഇത്തരം ടാക്സസ് കൊണ്ട്. ഇത് പുറത്ത് രാജ്യങ്ങളിലും പലയിടത്തും ഇത് അപ്ലൈ ചെയ്തതാണ് ഓൾറെഡി. സോ നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ സജഷൻസ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഡിസൈൻഡ് പോളിസീസ് കൊണ്ടുവരിക. യൂറോപ്യൻ എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്ത് നമ്മുടെ രാജ്യത്തും അതേപോലെ തന്നെ നല്ല പോളിസീസ് കൊണ്ടുവരിക, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളത്. സ്റ്റേബിൾ ആയിട്ടുള്ള മെത്തഡോളജീസ് ഫോളോ ചെയ്യുക. ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കാൻ പാടില്ല. ഇതൊരു ഇഷ്യൂ ആയിട്ട് അവർക്ക് തോന്നരുത്. അല്ലാത്ത രീതിയിൽ വേണം അത്
ഹാൻഡിൽ ചെയ്യാൻ. സോ അങ്ങനത്തെ പോളിസീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അടുത്ത വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് പോളിസി. ഇത് വ്യക്തമായി ഇത് നമ്മൾ റെഗുലേറ്റ് ചെയ്തേ പറ്റൂ. അത് ഇംപ്ലിമെൻറ്റഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ റെഗുലേറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ പ്രോപ്പർ യൂസ് ഓഫ് റവന്യൂ ജനറേറ്റ്. ഇപ്പോൾ എന്തോരം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ വരുന്ന റവന്യൂ നമ്മൾ പ്രോപ്പറായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റ് വിത്ത് അതർ പോളിസി മെഷേഴ്സ്. അതായത് ഈ ഒരു മെത്തേഡും ബാക്കിയുള്ള പോളിസി ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എൻവയൺമെൻറ്റൽ പോളിസി മെഷേഴ്സ് എല്ലാം കൂടെ കൂടിച്ചേർക്കും. അപ്പോൾ അങ്ങനെ കൂടിച്ചേർക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത് വളരെ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ക്ലൈമറ്റ് ചേഞ്ചിനെ സുഖമായി ടാക്കിൾ ചെയ്യാനും അത്തരം ഇഷ്യൂസ് എല്ലാം കളയാനും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും, UPSC മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്ത വാർത്ത ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയ വാർത്തയാണ്. 6 എക്സ്ട്രീമിസ്റ്റ് കിൽഡ് ഇൻ ആസാം എൻകൗണ്ടർ. സോ നമുക്കിതിൻ്റെ കണ്ടക്സ്റ്റ് എന്താ നോക്കാം. അപ്പോൾ അതിൽ പറയുന്നത് 6 മെമ്പേഴ്സ് ഓഫ് ദിമാസ നാഷണൽ ലിബറേഷൻ ആർമി DNLA were killed in an encounter with security forces near Assam-Nagaland border. അതെ, അവിടുത്തെ ഇൻസർജൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന 6 പേരെ, അതായത് DNLA എന്നുള്ള ഗ്രൂപ്പിലുണ്ടായിരുന്ന 6 പേരെയാണ് ആസാം നാഗാലാൻഡ് ബോർഡറിൽ സെക്യൂരിറ്റി എൻഫോഴ്സേഴ്സ് കൊന്നു കളഞ്ഞതെന്നാണ് പറയുന്നത്. വെടിവെപ്പിൽ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കൗണ്ടർ ഫോഴ്സസ് ധാരാളമായിട്ട് അവിടെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് ആസാം നാഗാലാൻഡ് നോർത്ത് ഈസ്റ്റ് ബോർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ആർട്ടിക്കിളിൽ നോർത്ത് ഈസ്റ്റിൽ എന്തൊക്കെ ഇൻസർജൻസിയാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം 8 സ്റ്റേറ്റുകളാണുള്ളത്. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, മിസോറാം, അതും സിക്കിമും. ഓക്കെ, അപ്പോൾ ഇതാണ് 8 സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ 8 സ്റ്റേറ്റുകളും ചുറ്റിലും 5 രാജ്യങ്ങളാണ് ഈ 8 സ്റ്റേറ്റിലേക്ക് ഉള്ളത്. ഓക്കെ, ആ 5 രാജ്യങ്ങളും 4500 കിലോമീറ്ററാണ് ഇവരുടെ ബോർഡർ ഏരിയ എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങനെ ലഡാക്കിലേക്ക് പോയാലും ആകെ 4000 കിലോമീറ്ററേ ആവുന്നുള്ളൂ. ബട്ട് ഈ ഒരു ബോർഡർ ഏരിയ മാത്രം 4500 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, ബാംഗ്ലാദേശും നേപ്പാളും. ഇതാണ് 5 രാജ്യങ്ങൾ. അപ്പോൾ മെയിൻ ഇന്ത്യ ലാൻഡും ഇത്തരം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു കോറിഡോർ ഉണ്ട്. അത് സിലിഗുരി, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ സിലിഗുരിയാണ് ആ പോയിന്റ്. നമ്മൾ ഡാർജിലിംഗ് എന്ന് കേൾക്കാറില്ലേ, ആ ഏരിയ ആണത്. അപ്പോൾ അവിടെ ആ പോയിന്റ് നമ്മൾ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുക. സോ ഈ ഒരു വളരെ ചെറിയ റീജിയനിൽ കൂടെ മാത്രമേ മെയിൻലാൻഡ് ഇന്ത്യ അവർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഇൻസർജൻസ് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നടക്കാനുള്ള കാരണം. ഓക്കെ, അത് മെയിൻലാൻഡ് അത്രയും സെക്യൂരിറ്റി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഇഷ്യൂ. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, അവിടെ എന്തൊക്കെ ഇൻസർജൻ ഗ്രൂപ്പുകളാണ് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ കവർ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം നാഗാലാൻഡിലെ കേസ് തന്നെ എടുക്കാം. സോ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് നാഗാലാൻഡ് നാഗാലാൻഡുകാർ ബ്രിട്ടീഷിൻ്റെ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവരെ രാജ്യം ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യം, ഇന്ത്യയോട് ചേർക്കരുത്, ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് മാറ്റുമെന്നൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ അതൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ പിന്നീട് ഇന്ത്യ എന്നൊരു രാജ്യം ഫോം ചെയ്തു. ആ സമയത്ത് നാഗാ നാഷണൽ കൗൺസിലിൻ്റെ കീഴിൽ അവർ സ്വയം ഇൻഡിപെൻഡൻ്റ് ആണെന്ന രീതിയിൽ അവർ പ്രഖ്യാപിച്ചു. പിന്നീട് ഈ നാഗാ നാഷണൽ കൗൺസിൽ എന്നുള്ളത് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് IM ആൻഡ് നാഷണൽ സോഷ്യൽ കൗൺസിൽ നാഗാലാൻഡ് കാപ്ല. സോ ഈ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ NSC എന്നാണ് അതിനെ വിളിക്കുക. നമുക്ക് മിസോറാമിൽ ഇഷ്യൂ നോക്കാം. മിസോറാമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോറാമിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. മോത്തം ഫെമൈൻ എന്ന് പറയും. അതായത് മോത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്ന് വെച്ചാൽ ബാമ്പു, തം എന്ന് പറഞ്ഞാൽ ഡെത്ത്. ബാമ്പു ആണ് അവർ ഭയങ്കര അഗ്രികൾച്ചർ റിലേറ്റഡ് ആയൊരു സ്റ്റേറ്റ് ആയിരുന്നു. സോ അഗ്രികൾച്ചർ നാശം വന്നപ്പോൾ അവർ യൂണിയൻ ഗവൺമെൻറ്റിനോട് അസിസ്റ്റൻസ് ആവശ്യപ്പെട്ടു. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിലും യൂണിയൻ ഗവൺമെൻറ് പോസിറ്റീവായി അതിന് റെസ്പോണ്ട് കൊടുക്കാതിരുന്നപ്പോൾ അവരിൽ തന്നെ ഒരു ഇൻസർജൻ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു, മീസോ നാഷണൽ ഫ്രണ്ട്. എന്നിട്ട് അവർ തന്നെ ഡിമാൻഡ് ചെയ്തു ഇൻഡിപെൻഡൻസ് മിസോറാമിന് ലഭിക്കണം. കാരണം അങ്ങനെ ഒരു യൂണിയൻ സ്റ്റേറ്റ് ഹെഡ് അന്ന് സഹായിക്കാതിൻ്റെ ഇതിലാണ് അവർ മീസോ നാഷണൽ ഫ്രണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, മിസോറാമിന് ഇൻഡിപെൻഡൻസ് ലഭിക്കണം എന്ന രീതിയിൽ. പിന്നെ അന്ന് മുതൽ പിന്നീട് നമ്മൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. മിസോറാം ഒരു സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായെങ്കിലും ഇപ്പോഴും ആ ഇൻസർജൻസ് ഗ്രൂപ്പുകൾ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് മിസോറാമിലുണ്ട്.
അടുത്ത ത്രിപുരയുടെ ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ ത്രിപുരക്ക് ഇന്ത്യയിൽ നിന്നൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായി മാറുന്ന രീതിയിൽ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര എന്നൊരു ഇൻസർജൻ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഡിമാൻഡ് ഈ സെയിം ഡിമാൻഡ് തന്നെയാണ്. സോ ആസാമിൻ്റെ ഇഷ്യൂ ആണ് അടുത്ത് പറയുമ്പോൾ ആസാമിലുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നൊരു ഇൻസർജൻ ഗ്രൂപ്പാണ്. അവരുടെ ആവശ്യം എന്താ വെച്ചാൽ ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ് ഫ്രം ബംഗ്ലാദേശിൽ നിന്നും ഇല്ലീഗലി വന്നിരിക്കുന്ന മൈഗ്രൻസിനെല്ലാം തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്നതാണ് അവരുടെ ആവശ്യം. സോ അതുപോലെ തന്നെ അവിടെ വേറൊരു സംഭവം കൂടി, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് എന്നും പിന്നെ ബോഡോ ലിബറേഷൻ ടൈഗർ എന്ന രീതിയിലും ട്രൈബൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്ത 2 ഇൻസർജൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവർക്ക് അവിടെ എന്താ വെച്ചാൽ ബോഡോലാൻഡ് എന്നുള്ളൊരു റീജിയൻ ആസാമിൽ ഉണ്ടാക്കിയെടുക്കണം. അതായത് ബോഡോ ട്രൈബ്സ് താമസിക്കുന്ന റീജിയൻ ഉണ്ട്, ആ റീജിയൻ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റണം എന്നാണ് അവരുടെ ആവശ്യം. സോ അതിനുവേണ്ടിയുള്ള ഇൻസർജൻ ഗ്രൂപ്പാണ് ഇത്. അപ്പോൾ ഇതേപോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്ന അവരുടെ ആവശ്യകതയ്ക്ക് വേണ്ടി അവർ ഫോം ചെയ്ത ഒരു ഇൻസർജൻ ഗ്രൂപ്പ് മേഘാലയയിലുണ്ട്. ഗാരോ നാഷണൽ ലിബറേഷൻ ആർമി എന്നാണ് മേഘാലയയിലെ ആ ഇൻസർജൻ ഗ്രൂപ്പിൻ്റെ പേര്. സോ അടുത്ത് നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഇത്രയും ഇൻസർജൻസി ഗ്രൂപ്പുകൾ എങ്ങനെ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. സോ ഒന്നാമത്തെ പോയിൻ്റാണ് ഇൻസ്റ്റിഗേഷൻ ബൈ നെയ്ബേഴ്സ്. സോ നമുക്കറിയാം ഈ ഓരോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് ചുറ്റും മൊത്തം 5 രാജ്യങ്ങളാണുള്ളത്. അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ ചൈന എന്ന രാജ്യം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസർജൻ ഗ്രൂപ്പ്സിന് വേണ്ട വെപ്പൺസും അവർക്ക് വേണ്ട ഫണ്ടും ഇവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ചൈന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിലനിൽക്കാൻ എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്ടറി അല്ല. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ എത്നിക് ഡൈവേഴ്സിറ്റിയും പിന്നെ ഗവൺമെൻറ് പോളിസി ഓഫ് ഇൻ്റഗ്രേഷനും. നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് തരം ആൾക്കാരെയും ഗ്രൂപ്പുകളെയും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന് എല്ലാവർക്കും അവരവരുടെ ഡിഫറെൻറ്റ് കൾച്ചറാണ്. അപ്പോൾ ഗവൺമെൻറ് ഇന്ത്യ ശ്രമിക്കുന്നത് വെച്ചാൽ മെയിൻലാൻഡിലെ പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം എന്നുള്ള കൺസെപ്റ്റിൽ ഇവരെല്ലാവരെയും ഒന്നിച്ച് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല. അപ്പോൾ അവരെ പേടി എന്താ വെച്ചാൽ അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ ഓരോ ട്രൈബൽ ഗ്രൂപ്പിനും, അത് നഷ്ടമാവാന്നുള്ളൊരു പേടിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരതിനെ കണ്ടുപിടിച്ച മാർഗ്ഗം ഇന്ത്യയിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആവുക. പിന്നെ അവർക്ക് പിന്നെ ആ പ്രശ്നമില്ല എന്നാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, സോ അടുത്ത പോയിൻ്റാണ് അണ്ടർ ഡെവലപ്ഡ് റീജിയൻ. അതായത് നമുക്കറിയാം മെയിൻലാൻഡ് ഇന്ത്യയും നോർത്ത് ഈസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു 20 കിലോമീറ്റർ മാത്രം ലെങ്ത്തുള്ളൊരു ചിക്കൻ നെക്കിലൂടെയാണ്, സിലിഗുരി കൂടെ. അപ്പോൾ ആ ഒരു റീജിയനിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ. അതുമാത്രമല്ല ഈ ഏരിയ വളരെ ഹൈ ടെറൈനും കാര്യങ്ങളും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ മെയിൻലാൻഡിൽ നടക്കുന്നതിൻ്റെ പകുതി പോലും അവിടെ നടക്കുന്നില്ല. ഡെവലപ്മെൻറ്റ് തീരെ ഇല്ലാത്തൊരു സ്ഥലമാണിത്. സോ അണ്ടർ ഡെവലപ്ഡ് റീജിയൻ ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഡെവലപ്ഡ് ആയ മാറ്റങ്ങളോ ഒന്നും സംഭവിക്കാത്തത് ഇപ്പോഴും. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പിൽ ഇൻസർജൻ ഗ്രൂപ്പുകൾക്ക് അവിടെ നിലനിൽക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ലഭിക്കുന്നുണ്ട്. ഫുൾ ഫോറസ്റ്റ് റീജിയനാണ്, കൂടുതലും ഭയങ്കര ഇതായിട്ടുള്ള റീജിയനാണ്, ഭയങ്കര ടെറൈനും കാര്യങ്ങളൊക്കെയാണ്. വാഹനങ്ങളും വണ്ടികളൊന്നും അധികം ആക്സസ് ചെയ്യാൻ പറ്റാത്ത റീജിയൻസ് വരെ ഇപ്പോഴും ഉണ്ട് അവിടെ. സോ അവിടെ തന്നെ വലിയ എക്കണോമിക് ഓപ്പർച്യൂണിറ്റികളൊന്നും അവിടെ ഇല്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. സോ അടുത്ത ഇഷ്യൂ ആണ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്. അതായത് സംഭവം എന്ന് വെച്ചാൽ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റി അവരുടെ എത്നിസിറ്റി നിലനിർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പല ട്രൈബൽ കമ്മ്യൂണിറ്റികളും മിക്സ് ആവുന്നൊരു സാഹചര്യത്തിൽ അവരുടെ ഡെമോഗ്രാഫിക്ക് അല്ലെങ്കിൽ അവരുടെ എത്നിക് ഗ്രൂപ്പിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് നല്ല ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതെങ്ങനെയും സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻസർജൻ ഗ്രൂപ്പ്സ് പറയുന്നത് അനുസരിച്ച് അവർ നിൽക്കുന്നത്. അടുത്ത റോൾ ഓഫ് എക്സ്റ്റേണൽ സപ്പോർട്ട്. അതായത് നമ്മുടെ ഇന്ത്യയായിട്ട് നല്ല രീതിയിലല്ലാത്ത രാജ്യങ്ങളായ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ കൂടുതൽ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട മണി, അവർക്ക് വേണ്ട വെപ്പൺസ് ആൻഡ് അവർക്ക് വേണ്ട എന്താ പറയുക പ്രാക്ടീസസും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത് ഇത്തരം രാജ്യങ്ങളാണ്. അപ്പോൾ അതാണ് അവർ എക്സ്റ്റേണൽ സപ്പോർട്ട് അത്രയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഇഷ്യൂ. ലാസ്റ്റ് റീസൺ ആണ് വെരി ലോ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശബ്ദം പാർലമെൻറ്റിൽ കേൾക്കാറില്ല. ഇവർക്ക് വേണ്ട ഡിമാൻഡുകളൊന്നും നമ്മുടെ പാർലമെൻറ്റിലേക്ക് എത്താറില്ല. അപ്പോൾ അതൊക്കെയാണ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് നടക്കാത്തത്. ഓക്കെ, ഇനി ഇൻ കേസ് പൊളിറ്റിക്കൽ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാതെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആരും ശ്രമിക്കാറുമില്ല. അതാണ് വലിയൊരു ചലഞ്ച്. സോ നമുക്ക് അടുത്തത് സ്റ്റെപ്പ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തു നോക്കാം. ഒന്നാമത്തത് ഒരു സ്പെഷ്യൽ പവർ ആക്ട് അവിടെ കൊണ്ടുവന്നു. അണ്ടർ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്, ആഫ്പക്കാണ് ആ ഒരു അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് ആംഡ് ഫോഴ്സിന് ഇൻസർജൻ ഗ്രൂപ്പുമായിട്ട് നേരിടാനുള്ള ഒരു സ്പെഷ്യൽ പവർ, അവർക്ക് തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പവർ അവിടുത്തെ ആംഡ് ഫോഴ്സുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്താണ് ഇന്നർ ലൈൻ പെർമിറ്റ്. അതായത് ഒരു ഔട്ട്സൈഡറിന് ഈ മിസോറാം, അരുണാചൽ പ്രദേശ് അങ്ങനത്തെ ഏരിയാസിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പെർമിറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആരൊക്കെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന്, അവിടെ നിന്ന് ആരൊക്കെ പുറത്തേക്ക് വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കാൻ വേണ്ടിയാണ് പുറത്തുനിന്നുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത് അവരുടെ ഒരു കൾച്ചറൽ എത്നിസിറ്റി
ഡിസ്ട്രോയ് ചെയ്യാതിരിക്കാനും കൂടിയാണ് ഇത് സഹായകമാവുന്നത്. അപ്പോൾ അവരുടെ കൾച്ചർ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടുത്ത സ്കീമാണ് നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്താണ് ഈ സ്കീം വന്നിരിക്കുന്നത്. അടുത്താണ് ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതായത് ആ ഹിൽ ഏരിയാസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മെയിൻലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ അവർക്ക് നല്ല ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയാണ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ അവർ ഇൻസർജൻ ഗ്രൂപ്പിലേക്കൊന്നും അട്രാക്റ്റഡ് ആവില്ല. അടുത്താണ് നോൺ ലാപ്സബിൾ സെൻട്രൽ പൂൾ ഓഫ് റിസോഴ്സസ്. അതായത് ബഡ്ജറ്റിൻ്റെ 10% എമൗണ്ട് നോർത്ത് ഈസ്റ്റ് ഏരിയൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നു. ആ എമൗണ്ട് ഇൻ കേസ് യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് എമർജൻസി സിറ്റുവേഷനിലേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ നടക്കും. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൻ്റെ എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യും. സോ അതായിരുന്നു അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം പോയിൻറ്റ്സുകൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോർത്ത് ഈസ്റ്റ് റീജിയൻസ് നോക്കിയേ പറ്റുള്ളൂ. കാരണം അതാണ് നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലേക്കുള്ള കണക്ഷൻ നമ്മുടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പോളിസീസായ ലുക്ക് ഈസ്റ്റ്, ആക്ട് ഈസ്റ്റ്, നെയ്ബർഹുഡ് ഫസ്റ്റ്, അങ്ങനെ പല പോളിസീസ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കമ്പനികൾക്ക് എല്ലാം ഡെവലപ്മെൻറ്റ് സംഭവിച്ചാൽ മാത്രമേ കൂടുതൽ കമ്പനികൾ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുമൂലം ആ നാട്ടിലൊരു വികസനവും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഈ വാർത്തയുള്ളത്. സോ നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് പോകാം. താങ്ക് യു. അടുത്ത ന്യൂസ് പറയുന്നത് ട്യൂബർമാൻ വിൻസ് ഇന്ത്യാസ് ബയോഡൈവേഴ്സിറ്റി അവാർഡ് എന്നുള്ളൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ റിലേറ്റ് ചെയ്തൊരു വാർത്തയാണ്. കേരളത്തിലൊരു ഫാർമറിനാണ് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അവാർഡ് 2021 ലഭിച്ചത്. സോ മിസ്റ്റർ ഷാജി വാസ് വെൽ നോൺ ഫോർ ഹിസ് കൺസർവേഷൻ എഫേർട്സ് ഓഫ് ട്യൂബർ ക്രോപ്സ്. ട്യൂബർ ക്രോപ്സ് ആയ നമ്മുടെ ഇതുപോലത്തെ എന്താ പറയുക, നമ്മുടെ ക്യാരറ്റ്, അതുപോലെ എലിഫൻ്റ് യാം, അങ്ങനത്തെ, അതായത് റൂട്ട്സിലും തണ്ടിലും ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യുന്ന പോലത്തെ കപ്പ തുടങ്ങിയ പോലത്തെ വിള, അതിനെയാണ് നമ്മൾ ട്യൂബർ ക്രോപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരം ക്രോപ്സ് അവരുടെ സ്റ്റെംസിലും റൂട്ട്സിലും ആയിരിക്കും ന്യൂട്രീഷൻ സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് ആ ഭാഗമാണ് വളരുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റൂട്ട്സിലാണ് അതുപോലെ ക്യാരറ്റൊക്കെ ഉണ്ടാകുന്നത്. ക്യാരറ്റ്, ടപ്പിയോക്ക, അങ്ങനത്തെ എല്ലാം റൂട്ട്സിലാണ് ഉണ്ടാകുന്നത്. സോ നമുക്കാകെ റാഡിഷ്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ടാപ്പിയോക്ക, ഇത്രയൊക്കെ നമുക്കുള്ളൂ. പക്ഷേ ഇതിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഇതുപോലത്തെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അത് കാട്ടിൽ വളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നത് കാട്ടിൽ താമസിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പുകളാണ് കൂടുതലത് കൺസർവ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സോ ഈ ഷാജി എന്ന കർഷകൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 200ഓളം ഇതുപോലത്തെ ട്യൂബർ ക്രോപ്സുകളെ കൺസർവ് ചെയ്യുക. അത് ജംഗിളിൽ മാത്രം കാണുന്ന ഇതിനെയൊക്കെ കൺസർവ് ചെയ്ത് വളർത്തി പരിപാലിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെടുന്നത് ട്യൂബർ മാൻ ഓഫ് കേരള എന്നാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അവാർഡ് 2021 ലഭിച്ചത്. അത് ഏത് കാറ്റഗറി വരുന്നതെന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ നമുക്ക് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അവാർഡിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അവാർഡ് എന്നുള്ളത് ഒരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, അതുപോലെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇവർ മൂന്നുപേരുടെ ഒരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവാണ് ഈ അവാർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി അവാർഡ് അനൗൺസ് ചെയ്യുന്നത് MOEFCC ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റും പിന്നെ UNDP ആണ്. 2012 ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. പിന്നെ 2017 മുതൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് ആ അവാർഡ് പ്രഖ്യാപിക്കുകയും നൽകുകയൊക്കെ ചെയ്യുന്നത്. UNDP അതിൻ്റെ ഒരു നോളജ് പാർട്ണറായിട്ട് തന്നെ തുടരുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ അവാർഡിൻ്റെ ലക്ഷ്യം എന്നുള്ളത് പുതിയ മെക്കാനിസംസ്, ഇന്നോവേറ്റീവായ മെക്കാനിസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ടാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പായി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതാവാം. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി ഇതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പ് ഒരു ഇന്നോവേറ്റീവ് മെക്കാനിസം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്. പിന്നെ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഗവർണൻസ്, ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. സോ ഈ അവാർഡ് ലഭിക്കുന്ന ആൾക്ക് മെമ്മൻറ്റോവും ലഭിക്കും, സർട്ടിഫിക്കറ്റും ലഭിക്കും, അതുപോലെ ക്യാഷ് അവാർഡും ഉണ്ട്. 2 ലക്ഷമാണ് ഒരു ഇൻഡിവിജ്വലാണെങ്കിൽ 2 ലക്ഷമായിരിക്കും ക്യാഷ് അവാർഡായി ലഭിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് 5 ലക്ഷമാണ് കൊടുക്കുക. ഓക്കെ, 2012 ശേഷം പല വർഷങ്ങളിൽ 2014, 16, 18, 20, 21 കാലഘട്ടങ്ങളിൽ പലർക്കും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിത് കൊടുക്കുന്നുണ്ട്. സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ അവാർഡ് എന്തിൻ്റെയൊക്കെ കാറ്റഗറി ബേസ് ചെയ്തതെന്നുള്ളതാണ്. മൊത്തം 4 കാറ്റഗറീസാണുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി കൺസർവേഷൻ ഓഫ് വൈൽഡ് സ്പീഷീസ്. വൈൽഡ് സ്പീഷീസുകൾ ഏതെങ്കിലും എൻഡേഞ്ചേർഡ് ആയ ഒരു സ്പീഷീസിനെ നമ്മൾ കൺസർവ് ചെയ്യുക, അതിന് വേണ്ട കണ്ടീഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് ആ കാറ്റഗറിയിൽ വരിക. അടുത്ത കൺസർവേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ്. ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസിൽ തന്നെ അവരുടെ എന്താ പറയുക ത്രെറ്റ് ലെവൽ അനുസരിച്ച് ഇപ്പോൾ അവരുടെ ഹാബിറ്റാറ്റ് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അവാർഡ് ലഭിക്കുക. ഈ കാറ്റഗറിയിൽ വരിക. അടുത്താണ് കാറ്റഗറി 2
സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസൊക്കെ വളരെ എഫക്റ്റീവായ യൂസ് ചെയ്യുകയും അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ കാറ്റഗറിയിൽ വരിക. കാറ്റഗറി 2ൻ്റെ ബേസ് ചെയ്ത് അവാർഡ് കിട്ടുക. അടുത്ത കാറ്റഗറി 3 എന്നുള്ളത് റിപ്ലിക്കബിൾ മെക്കാനിസം ഫോർ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്. അതുപോലെ കാറ്റഗറി 4 എന്നുള്ളത് ബെസ്റ്റ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി. സോ ഇത്രയും 4 കാറ്റഗറി ആയിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. സോ ഇത്രയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്തുള്ള ഡിസ്കഷൻ ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. സോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ തോട്ടെ എന്നുള്ള സൈക്ലോൺ നമ്മുടെ മഹാരാഷ്ട്ര ഗുജറാത്ത് റീജിയനിൽ വളരെ ഇമ്പാക്റ്റ് ചെയ്തെന്നുള്ളതായിരുന്നു. സോ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത സൈക്ലോൺ വന്നിരുന്നു. അത് വളരെ സിവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, യാസ് എന്ന സൈക്ലോൺ. ദാറ്റ്സ് ടു ഹിറ്റ് നോർത്ത് ഒഡീഷ കോസ്റ്റ്. അതായത് ഈ യാസ് എന്നുള്ള സൈക്ലോണിനെ കൊണ്ട് ബേ ഓഫ് ബംഗാൾ റീജിയനിൽ വരുന്നത് കൊണ്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ കോസ്റ്റിലൊക്കെ വളരെ, വെസ്റ്റ് ബംഗാൾ ആസാം റീജിയനിലൊക്കെ ഇത് വളരെ ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ആസാം അല്ല, വെസ്റ്റ് ബംഗാളും ഒറീസയും, ഈ 2 റീജിയനിലാണ് ഇത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൈക്ലോൺ എന്താ പറയുക 26 മെയ്യോടുകൂടി നമ്മുടെ കോസ്റ്റിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം. പിന്നെ കോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിന് ഇൻറ്റൻസിറ്റി കൂടിയ ഒരു സൈക്ലോണായി മാറാനാണ്, സിവിയർ സൈക്ലോൺ ആവാനാണ് ഇതിൻ്റെ ചാൻസസ് വളരെ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. ഒറീസയിൽ ഇതുപോലെ കഴിഞ്ഞ വർഷവും വെരി സിവിയർ കാറ്റഗറിയിൽ ഒരു സൈക്ലോൺ വന്നിരുന്നു, അംഫാം എന്ന് പറഞ്ഞിട്ട്. ഒറീസ ബാംഗ്ലാദേശിലേക്ക് ഭയങ്കര ഡിസ്ട്രക്ഷൻ സംഭവിച്ചിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സൈക്ലോൺ ആണ് യാസ് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ സൈക്ലോൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും ഇതിൻ്റെ റീസൺസും അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 18 മെയ് മാസം വന്ന നമ്മുടെ DNSലാണ്. അപ്പോൾ നിങ്ങൾ 18 മെയ് മാസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. സോ അതൊന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. ഇത്രയാണ് ഇന്ന് വാർത്തയിൽ വന്നത്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേയിലേക്ക് നോക്കാം. സോ എൻ്റെ ചോദ്യം ഇതാണ്: ട്രോപ്പിക്കൽ സൈക്ലോൺസ് ക്യാൻ ജനറേറ്റ് ബോത്ത് ഓവർലാൻഡ് ആൻഡ് ഓഷ്യൻ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇൻ ഇന്ത്യ മേ അറൈവ് ബിഫോർ ദി ആക്ച്വൽ മൺസൂൺ. സെൻറ്റർ ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ് ഹൈ പ്രഷർ ഏരിയ. അപ്പോൾ 3 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ 18-ാം തീയതി DNSും കൂടെ റെഫർ ചെയ്താലേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ താങ്ക് യു. എല്ലാവരും നന്നായി റിവൈസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.